1000 കിലോമീറ്ററിലധികം ദൂരം ചുറ്റിക്കറങ്ങി വരുന്ന ഞങ്ങളുടെ ധനുഷ്കോടി അച്ചൻകോവിൽ യാത്ര എറണാകുളത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. മധുരയാണ് ആദ്യത്തെ ഹോൾട്ട്. സുഹൃത്തുക്കളോടൊപ്പം ബൈക്കിൽ ഒരു ലോങ് ട്രിപ്പ് പോകാൻ സാധിച്ചതിൻ്റെ ആവേശത്തിലാണ്. ധനുഷ്കോടി യാത്രയുടെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. വെയിലധികം ആവാതെ തന്നെ അവിടെ എത്തണമെന്ന ചിന്തയിലാണ് എല്ലാവരും. നേര്യമംഗലം പാലം കയറാതെ നേര്യമംഗലം പൈനാവ് റോഡാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ കാണുന്നതാണ് ലോവർ പെരിയാർ പവർ സബ്സ്റ്റേഷനിലേക്കുള്ള എൻട്രി. ഇതാണ് ലോവർ പെരിയാർ ഡാം. ഒരു വശത്ത് പെരിയാർ നദിയിലേക്ക് നോക്കി നിൽക്കുന്ന സഞ്ചാരികളെ കാണാം. നാം ഇപ്പോൾ പനംകുട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടുന്ന് രാജക്കാട് റൂട്ടിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന പനംകുട്ടി പാലം കയറി ഇറങ്ങുമ്പോഴാണ് നേര്യമംഗലം പവർ സ്റ്റേഷൻ. മറുവശത്ത് ബൈക്ക് റൈഡേഴ്സിന്റെ നിര ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത് കാണാം. നമ്മൾ ഈ കാണുന്ന കല്ലാർകുട്ടി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടുള്ള റോഡ് കയറുന്നത് വെള്ളത്തുവൽ ഭാഗത്തേക്കാണ്. ഇടത്തേക്കാണ് തിരിയുന്നതെങ്കിൽ ചെല്ലുന്നത് അടിമാലി ടൗണിലേക്കാണ്. കല്ലാർകുട്ടി റിസർവോയറിന്റെ മനോഹര പശ്ചാത്തല ഭംഗി ആസ്വദിച്ച് വെള്ളത്തുവൽ ഭാഗത്തേക്ക് കയറി. ഈ കാണുന്നതാണ് പന്നിയാർകുട്ടി പാലം. ഇനി അങ്ങോട്ട് രാജക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങളാണ്. ഈ ഭാഗത്ത് തേയിലത്തോട്ടങ്ങളും മറ്റുമായി പ്രകൃതി രമണീയമായ ഒരു ഡ്രൈവ് ആസ്വദിക്കാം. ഇപ്പോൾ രാജക്കാട് ടൗൺ എത്തി. ഇവിടെ നിന്ന് പൂപ്പാറ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാം. ഇതുപോലുള്ള ചില വ്യൂ പോയിന്റുകളിൽ നിർത്തി ആസ്വദിച്ചാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. വളഞ്ഞും തിരിഞ്ഞുമുള്ള ഈ യാത്ര ആസ്വദിച്ച് ഞങ്ങൾ കേരള അതിർത്തി കടന്ന് ബോഡിമേട്ട് ചുരം വഴി തമിഴ്നാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ബോഡിമേട്ട്. ഏകദേശം വാൽപ്പാറ ചുരത്തിനോട് സാമ്യം തോന്നുന്ന തരത്തിലാണ് ബോഡിമേട്ട് ചുരവും. ഇവിടെ നിന്നുള്ള തമിഴ്നാട് വ്യൂ ആണ് ഏറ്റവും ഭംഗി. കൃഷിയിടങ്ങളും അതിനു പുറകിൽ കുറച്ച് സിറ്റിയും അതിനപ്പുറം കാറ്റാടിപ്പാടങ്ങളും ഏറ്റവും അവസാനം വലിയ മലനിരകളും കാണാം. മലകളെ കീറിമുറിച്ച് കയറി വരുന്ന റോഡിനെ കുറിച്ച് പറയുമ്പോൾ 800 മീറ്ററോളം ഉയരത്തിലുള്ള താമരശ്ശേരി ചുരത്തെ പറ്റിയാണ് ആദ്യം മനസ്സിലെത്തുക. എന്നാൽ ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായ പൂപ്പാറയിൽ നിന്നും വെറും 10 കിലോമീറ്റർ അകലെ തമിഴ്നാട് അതിർത്തിയിലുള്ള ബോഡിമേട്ട് മല റോഡിന്റെ ഉയരം 1500 മീറ്ററാണ്. ഇരു റോഡുകളും മലയുടെ വയർ കീറിമുറിച്ച് കടന്ന് പോകുന്നവയാണ്. ബോഡി നായ്ക്കന്നൂർ ചുരം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. പക്ഷേ ഈ ചുരം വഴിയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. മൂന്നാർ, മറയൂർ, കൊടൈക്കനാൽ പോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ചുരം ഇറങ്ങിയുള്ള യാത്രയിൽ മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന മലനിരകളുടെ കാഴ്ചാനുഭവം ഒന്ന് വേറെ തന്നെ. കൂടെ മലകളെ മൂടി നിൽക്കുന്ന കോടമഞ്ഞും യാത്രികർക്ക് ഒരു വിരുന്ന് തന്നെ. തേനിയിൽ നിന്നും ഭക്ഷണം കഴിച്ച് വഴിയോര കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ മധുരയിലേക്ക്. കേരളം ഇത്ര ചെറുതാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് എങ്ങും കൃഷിയിടങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ തമിഴ്നാട്ടിലൂടെ യാത്ര. എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു സംസ്ഥാനം. ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളും മധുര രാമേശ്വരം മോഡലിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ രാത്രിയോടെ നമ്മൾ മധുര മീനാക്ഷിയുടെ പക്കത്തെത്തി. മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ക്ഷേത്രത്തിന്റെ ഭംഗി പകർത്താൻ കഴിഞ്ഞില്ല. അകത്ത് ക്യാമറ അനുവദിക്കില്ല. ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന മനോഹരമായ നൃത്തവും കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി അമ്പലത്തിന്റെ ചുറ്റും നടന്നു. നാനാദേശക്കാരെ എപ്പോൾ ചെന്നാലും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗൈ നദിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം. മധുര നഗരത്തിന്റെ മധ്യത്തിലായാണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ് ഇത്. പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും തൻപതി ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വരനായും
ഇവിടെ ആരാധിച്ചു വരുന്നു. അതിഗംഭീരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മധുര ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 14 അലങ്കാര ഗോപുരങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ്. ഇതിന്റെ ഉയരം 170 അടിയാണ്. മീനാക്ഷി ക്ഷേത്രത്തിൽ ആകെ 30,000-ഓളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. പ്രാചീന തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും നാം ഇന്ന് കാണുന്ന ക്ഷേത്രം 1623-നും 1655-നും ഇടയിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന തിരുക്കല്യാണമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടെ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത്. ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ ഒരു അവതാരമാണ് മധുര മീനാക്ഷി. മത്സ്യക്കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിനർത്ഥം. പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം. ക്ഷേത്ര ഗോപുരങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത് കിഴക്കേ ഗോപുരമാണ്. 1216, 1238 കാലയളവിൽ മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യനാണ് കിഴക്കേ ഗോപുരം പണിതീർത്തത്. ഓരോ ഗോപുരവും വിവിധ നിലകളുള്ള നിർമ്മിതികളാണ്. കല്ലിൽ തീർത്ത അനവധി വിഗ്രഹങ്ങൾ കൊണ്ട് ഓരോ നിലയും അലങ്കരിച്ചിരിക്കുന്നു. അതിപ്രശസ്തമാണ് മീനാക്ഷി ക്ഷേത്രത്തിലെ 1000-കാൽ മണ്ഡപം എന്ന വാസ്തുവിസ്മയം. പേര് 1000-കാൽ മണ്ഡപം എന്നാണെങ്കിലും 985 കാലുകൾ, അതായത് തൂണുകളെ ഇവിടെയുള്ളൂ. 1569-ലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 3500-ഓളം വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിൽ ഒന്നാണ്. 15 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിൻ്റെ 12 ഗോപുരങ്ങളാലും 4500-ഓളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നു. ഇതിൻ്റെ കൊത്തുപണികൾ കാണേണ്ടത് തന്നെയാണ്. അമ്പലത്തിൻ്റെ വെസ്റ്റ് ടവറിൻ്റെ മോഡലാണ് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് എംബ്ലം. മധുര നഗരത്തിലെ മറ്റൊരു കാണേണ്ട കാഴ്ചയാണ് വണ്ടിയൂർ മാരിയമ്മൻ തെപ്പക്കുളം. വണ്ടിയൂർ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ഭാഗമായി വരുന്ന ഈ വിനായക ക്ഷേത്രം വലിയ ഒരു കുളത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തിൽ വേണം അമ്പലത്തിലേക്ക് പോകാൻ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലക്കുളം എന്ന് കരുതുന്ന ഇതിലെ വെള്ളം വൈഗ നദിയിൽ നിന്നും ഭൂഗർഭ ചാനൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. മധുരയിൽ അധികം പോകാത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ചെറിയ ട്രക്കിംഗ് സാധ്യമാകുന്ന ഈ ജൈന ക്ഷേത്രം മധുര ടൗണിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ്. ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ് ലിസ്റ്റിൽ വരുന്ന ഈ സ്ഥലം സമനാർ മലയിലാണ് ഇരിക്കുന്നത്. പ്രതിമകളും കൊത്തുപണികളുമായി ഇവിടെയുള്ള അയ്യനാർ കറുപ്പസ്വാമി കോവിലും കുളവും പരിസരങ്ങളും പല തമിഴ് സിനിമകളിലും ലൊക്കേഷനായിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഈ താമരക്കുളം തന്നെയാണ്. വലിയ അലങ്കാര മീനുകൾ ഇതിൽ വളരുന്നുണ്ട്. മലമുകളിലേക്ക് കയറി ചെന്നാൽ കാണുന്ന കാഴ്ച അതിഗംഭീരമാണ്. മലയുടെ ഏറ്റവും മുകളിലായി പാറയിൽ കൊത്തുപണികൾ നിറഞ്ഞ ഒരു മനോഹര ശില്പവൈഭവം നമുക്ക് ദർശിക്കാം. മഴ പെയ്യുമ്പോൾ ഈ ശില്പത്തിലൂടെ വെള്ളം ഉറവ പോലെ ഒഴുകുന്ന ആ കാഴ്ച ഒരു സിനിമാറ്റിക് ഫീൽ തരുന്നതാണ്. ഇവിടെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. മധുരയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെ ആണിത്. ഇനി അടുത്തത് രാമേശ്വരത്തേക്കുള്ള യാത്രയാണ്.